കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് ഏകദേശം 2 മാസത്തോളമായി. എനിക്ക് ഇന്നാണ് കേട്ടോ ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാനൊരു കൊച്ചിന് കുറച്ച് ഡ്രസ്സ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൊറിയർ അയക്കുന്നത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഡ്രസ്സ് കൂടി അങ്ങ് അയച്ചു കൊടുക്കാമെന്ന് കരുതി രാവിലെ തന്നെ അതെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ച് കേട്ടോ. അപ്പോൾ രാവിലെ അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിനൊക്കെ ശേഷം ഞാൻ പോയിട്ട് കുറേ ഡ്രസ്സൊക്കെ അലക്കി അതിനൊക്കെ ശേഷമാണ് കേട്ടോ ഞാൻ കൊറിയർ പാക്ക് ചെയ്യാനായിട്ട് കയറിയത്. അതൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം വീണ്ടും ഞാൻ പുറത്തേട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ഡ്രസ്സും അലക്കി തിരുമ്മി വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ കട തുറക്കുമ്പോഴത്തേക്കും ഒരു 8:30 ആകും. അപ്പോൾ രാവിലെ കടയൊക്കെ തുറന്നതിന് ശേഷം ചേട്ടൻ പോയിട്ട് തുണി മുക്കാനുള്ള പശ സാധനങ്ങളൊക്കെ മേടിച്ച് തന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ അതൊക്കെ അങ്ങ് കയ്യോട് മുക്കിയിട്ടതിന് ശേഷം പിന്നെ ബാക്കി അടുക്കളയിലെ കാര്യങ്ങൾ നോക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ചേട്ടനും അനിയനും പോയിട്ട് കടയിൽ പോയിട്ട് ചിക്കനും ബീഫും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ തുണിയൊക്കെ മുക്കി ഇട്ടതിന് ശേഷം അത് റെഡിയാക്കി അങ്ങ് വെക്കാം. അതിന് ശേഷം പോയി തുണി വിരിക്കാമെന്ന് കരുതി കേട്ടോ. എന്തായാലും വെയിലൊക്കെ തെളിഞ്ഞ് വരുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ തുണിയൊക്കെ മുക്കിയിട്ടതിന് ശേഷം ഞാൻ നേരെ അടുക്കളയിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ ചിക്കനും ബീഫും ഒക്കെ അങ്ങ് കഴുകി വാരി റെഡിയാക്കി കറിയാക്കി വെക്കാമെന്ന് കരുതി. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ കഴുകി വാരി വെക്കും കേട്ടോ. ഞാനിത് 2 കൂട്ടം മേടിക്കണ ദിവസം. കാരണം അനിയന് ബീഫ് കൂട്ടാൻ മേലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യം ബീഫൊക്കെ കഴുകി വാരി വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ നെയ്യൊക്കെ പാത്രത്തിലൊക്കെ ആകും. പിന്നെ അത് കഴുകി കഴിഞ്ഞാലും പോകാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ ആദ്യം ചിക്കൻ അങ്ങ് റെഡിയാക്കി വെച്ചതിന് ശേഷം ബീഫ് റെഡിയാക്കാമെന്ന് കരുതി. അപ്പോൾ ചിക്കൻ കുറച്ചേ ഉള്ളൂ കേട്ടോ. കാരണം അച്ഛനും അമ്മയ്ക്കും മാത്രമായിട്ടാണ് മേടിച്ചോളൂ. അത് കറിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വൈകുന്നേരം ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേന് ചിക്കനിൽ ചെറുതായിട്ട് മധുരം ചേർക്കും. അപ്പോൾ അത് അവർക്ക് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ എന്നാൽ ഞാൻ ഓർത്ത് കുറച്ച് ചിക്കൻ മേടിച്ചിട്ട് കറിയാക്കി വെക്കാം. അതിന് ശേഷം ചിക്കൻ ബിരിയാണിക്കുള്ള ചിക്കൻ പിന്നീട് മേടിച്ചിട്ട് റെഡിയാക്കാമെന്ന് കരുതി. എന്തായാലും വൈകുന്നേരമാണ് കേട്ടോ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പം മാമൻ്റെ മോനും വൈഫും ഒക്കെ വരാമെന്ന് പറഞ്ഞു. അവർക്ക് ജോലിയുണ്ട്. അപ്പോൾ അവർ വൈകുന്നേരമാണ് വരുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കണക്കാക്കി റെഡിയാക്കിയാൽ മതിയല്ലോ. അതുകൊണ്ട് ബിരിയാണിക്കുള്ള ചിക്കൻ മേടിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും പോയി മേടിക്കാമെന്ന് കരുതി. അങ്ങനെ കറിക്കുള്ള ചിക്കനൊക്കെ പെട്ടെന്ന് തന്നെ കഴുകി വാരി റെഡിയാക്കി അതൊക്കെ എടുത്ത് ആദ്യം മുളകൊക്കെ പുരട്ടി വെച്ചതിന് ശേഷം ബീഫ് റെഡിയാക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ കഴുകി വാരി കൊണ്ടുവന്നതിന് ശേഷം അതിൽ മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് അങ്ങ് തിരുമ്മി മാറ്റി വെക്കാമെന്ന് കരുതി കേട്ടോ. ഞാൻ ചിക്കൻ മേടിക്കുന്ന ദിവസമൊക്കെ മുളകൊക്കെ തിരുമ്മി ഈ ഒരു പന്ത് പാത്രത്തിലാണ് കേട്ടോ വെക്കുന്നത്. ഞാനിത് ഏതോ ഒരു വർഷം വൈക്കത്തഷ്ടമിക്ക് മേടിച്ച പാത്രം കേട്ടോ. എനിക്കിത് ഒരുപാട് ഇഷ്ടമാണ് ഈ പാത്രം. അങ്ങനെ അതൊക്കെ പുരട്ടി വെച്ചതിന് ശേഷം ഞാൻ നേരെ വന്നിട്ട് ആ പാത്രം കഴുകി എന്നിട്ട് വേണം ഇനി ബീഫ് റെഡിയാക്കാൻ വേണ്ടി കേട്ടോ. ബീഫ് റെഡിയാക്കാൻ ഒരുപാട് താമസമുണ്ട്. കാരണം അതൊക്കെ ഒത്തിരി നേരം ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ ഒരുപാട് വെള്ളത്തിൽ കഴുകണം കേട്ടോ. അങ്ങനെ ഇവിടെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണ ദിവസം ചിക്കൻ മേടിക്കണ ദിവസവും അതുപോലെ ബിരിയാണി ഉണ്ടാക്കണ ദിവസമൊക്കെ ബീഫും മേടിക്കും കേട്ടോ. ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ബീഫ് ഫ്രൈ ചെയ്യുന്നത്. അങ്ങനെ കറി ഉണ്ടാക്കാറില്ല കേട്ടോ. ബീഫ് അപൂർവം ചില സമയത്ത് മാത്രമേ കറി ഉണ്ടാക്കാറുള്ളൂ. എനിക്കും ബീഫ് കറിയോട് വലിയ താല്പര്യമില്ല കേട്ടോ. അങ്ങനെ ഇത് വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. വല്ലപ്പോഴും മേടിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ പളനിക്ക് പോയിട്ട് വന്നതിന് ശേഷം ഇതൊന്നും മേടിച്ചില്ലായിരുന്നു. അപ്പോൾ ഇത് പളനിക്ക് പോയിട്ട് വന്നതിനൊക്കെ ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇത് മേടിക്കുന്നത് കേട്ടോ. അങ്ങനെ ബീഫൊക്കെ പാത്രത്തിൽ കുടഞ്ഞിട്ടതിന് ശേഷം ഇങ്ങനെ അവരാണെങ്കിൽ മറ്റേ ഈ നെയ്യോ പതിരോ ഏതാണ്ട് ഇങ്ങനെ അതേപടി തന്നെ തരും കേട്ടോ. അത് മാത്രം അവർ കട്ട് ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കട്ട് ചെയ്യാമെന്ന് കരുതി കത്രിക വെച്ച് അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഇടുവാണ്. ഇതാണെങ്കിൽ ഈ ഒരു വീഡിയോ തന്നെ ഇത് കഴുകി വരുന്ന വീഡിയോ തന്നെ ഒരു 10-15 മിനിറ്റോളം കാണും കേട്ടോ. അതുകൊണ്ടാണ് സ്പീഡിലിട്ടേക്കുന്നത് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് അതെല്ലാം കഴുകി വാരി എടുക്കാം കേട്ടോ. നമുക്ക് വലിയ പാത്രമൊന്നും അധികം ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അതൊക്കെ ഉള്ള പാത്രത്തിൽ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കഴുകി റെഡിയാക്കി പെറുക്കി നേരെ കൊണ്ടുപോയി അകത്ത് വെച്ചതിന് ശേഷം ഞാൻ വന്നിട്ട് കുറച്ച് വിറകൊക്കെ എടുക്കുവാണ് കേട്ടോ. അതായത് നമ്മുടെ ഇവിടെ വിറക് കുറവായിരുന്നു. അപ്പോൾ ഇന്നലെ ചേട്ടനും അനിയനൊക്കെ പോയിട്ട് നമ്മുടെ ഇവിടുത്തെ അടുത്തുള്ള ഒരു മില്ലിൽ നിന്ന് കുറച്ച് പൊടി വിറക് മറ്റേ ഇങ്ങനെ ഈ അറുത്ത കഷ്ണങ്ങളൊക്കെ ആയിട്ട് ചാക്കിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ എടുത്ത് വെച്ച് എന്നിട്ട് ഒരു കമ്പ് കണ്ടപ്പോൾ ഒരു കുഞ്ഞ് ഡാൻസ് കളിച്ചിട്ടോ. ദൈവമേ, ഈ ഒരു ഭാഗം ഞാനാണ് ഇത് എഡിറ്റ് ചെയ്യാൻ നേരത്താണ് കേട്ടോ കണ്ടത്. അപ്പോൾ ഞാൻ അനിയൻ്റെ അടുത്ത് കാണിച്ചപ്പോൾ അവൻ പറഞ്ഞ് അതിൽ മോശമൊന്നുമില്ല, അത് കട്ടിയൊന്നും വേണ്ട, അതങ്ങ് കിടക്കട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് അതങ്ങനെ അങ്ങ് ഇട്ടത്. അപ്പോൾ അമ്മയായിട്ട് അവിടെ നിന്നിട്ട് അതൊക്കെ ഇപ്പുറത്തേക്ക് എടുത്ത് വെക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഈ സ്കെയിൽ പോലത്തെ കഷ്ണങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. കാരണം അമ്പാടിക്ക് കളിക്കാൻ കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ ചാക്കും വിറകും ഒക്കെ എങ്ങോട്ട് കയറ്റി വെക്കും എന്നുള്ളതാണ്
അതാണ് എൻ്റെ അമ്മയുടെയും ചർച്ചാ വിഷയം കേട്ടോ. കാരണം വെള്ളം കയറി ഇറങ്ങിയിട്ട് മൊത്തം ആകെ ചെളിയായിട്ട് കിടക്കുവാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും വെക്കാൻ സ്ഥലമില്ല കേട്ടോ. അപ്പം ഞങ്ങളാണെങ്കിൽ ആ ഒരു സൈഡിൽ മടൽ കിടന്നതിൻ്റെ മേളിലായിട്ട് കയറ്റി വെച്ച് കേട്ടോ. അങ്ങനെ ഒരുവിധം അങ്ങനെ ഞാനാണെങ്കിൽ ആ സ്കെയിലെടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്പാടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അവനെയും കിടന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. കാരണം അവന് കാത്തു വെച്ച് കൊടുത്തേക്കുവാണ്. ഒരു 5-6 വിളിയിലാണ് ആൾ വരത്തുള്ളൂ കേട്ടോ. നമ്മൾ ഫോണൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഒന്നിനും വരത്തില്ല. പിന്നെ അങ്ങനെ കാർട്ടൂൺ കണ്ട് അതിൽ മുഴുകിയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കിടന്ന് വിളിക്കുവാണ്. അത് ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് ബാക്കി കാര്യത്തിലോട്ട് കടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുഞ്ഞു ഇങ്ങനെ കനം കുറഞ്ഞ സ്കെയിലിൻ്റെ കഷ്ണവും പിന്നെ ഒരു ചെറിയ പലകയുടെ കഷ്ണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങ് കൊടുക്കാമെന്ന് കരുതി അകത്ത് പോയിരുന്ന് കളിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ആൾക്ക് ഫോണിൻ്റെ ശ്രദ്ധ വിടും കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് നേരമെങ്കിലും ഫോണിൽ നിന്ന് മാറാമല്ലോ. ഒരുപാട് നേരം അങ്ങനെ കണ്ടിരുന്നു കഴിഞ്ഞാൽ ദോഷമാണ് കേട്ടോ. പിന്നെ ഈ കരച്ചിലും പിടുത്തമൊക്കെ കാരണമാണ് നമ്മൾ ഫോൺ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് വിളിച്ചതിനൊക്കെ ശേഷം ആൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. എന്തിനാണെന്ന് ഒരു പിടുത്തവും ഇല്ല. പിന്നെ നമ്മുടെ മുട്ടക്കൂട്ടനയിലെ കരഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. പിന്നെ ഞാൻ ആശ്വസിപ്പിച്ച് സ്കെയിലൊക്കെ എടുത്ത് കൊടുത്തപ്പോഴത്തേക്കും ആൾക്ക് ഹാപ്പി ആയി കേട്ടോ. കാരണം ഇതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കളിക്കാനായിട്ട്. ഇങ്ങനെ വെറൈറ്റി എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടോ അതുപോലെ ഇതേപോലെ കോലും കുന്തമൊക്കെ കൊടുക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഒരു ചെറിയ കഷ്ണമൊക്കെ കൊടുത്ത് പിന്നെ വേറൊരു കഷ്ണം കൂടെ കൊടുത്ത് അപ്പോൾ അതൊക്കെ കൈ പിടിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ പറയുമായിരുന്നു കരയാണ്ട് അകത്ത് പോയിരുന്ന് കളിച്ചു. അപ്പോൾ എൻ്റെ ബാക്കി പണിയൊക്കെ നടക്കുമല്ലോ. അല്ലെങ്കിൽ അവനെയും കൊണ്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു പണി നടക്കത്തില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഒരുവിധം അവനെ അകത്തേട്ട് വിട്ടു. അപ്പോൾ ചേട്ടനും അനിയനും അവിടെ ഉണ്ട്. കുഞ്ഞുവാവേ അകത്തുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ബാക്കി ജോലിയിലോട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവനെ എടുത്ത് നേരെ അകത്തേട്ട് ഓടിച്ച് വിട്ടതിന് ശേഷം പോയിട്ട് അടുക്കളയിൽ വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബീഫും ചിക്കനും ഒക്കെ പുറത്തെ അടുക്കളയിൽ നിന്നാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാരണം ഗ്യാസ് കുറവാണ്. അപ്പം ഇനിയിപ്പം ബിരിയാണി അകത്ത് ഇട്ടുണ്ടാക്കാമെന്ന് കരുതി. കാരണം നമ്മളിതെല്ലാം കൂടെ റെഡിയാക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇത് റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഗ്യാസ് തീരും കേട്ടോ. എൻ്റെ സ്ഥിരം പണിയാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ ഗ്രീൻ പീസ് വേവിക്കുമ്പോഴോ കടല വേവിക്കുമ്പോഴോ ഇതേപോലെ ബീഫ് വേവിക്കുമ്പോഴൊക്കെ ആയിരിക്കും കേട്ടോ പെട്ടെന്ന് എൻ്റെ ഗ്യാസ് തീർന്നു പോണത്. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ തീ കത്തിക്കാൻ ചേട്ടനെ കൊണ്ട് ഇന്നലെ വൈകുന്നേരം തന്നെ മേടിപ്പിച്ച് വെച്ച് കേട്ടോ. പിന്നെ ദേ മേളിലെ തട്ടയിൽ മടലൊക്കെ ഇരിപ്പുണ്ട്. എല്ലാം ഇങ്ങനെ നനഞ്ഞതാണ് കേട്ടോ. അതൊന്നും വെച്ച് റെഡിയാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇന്നലെ വൈകുന്നേരം തന്നെ മില്ലിൽ പോയിട്ട് കുറച്ച് കഷ്ണങ്ങൾ മേടിച്ച് കേട്ടോ. അങ്ങനെ ഞാൻ അമ്മയുടെ ഓരോ കഥയൊക്കെ പറഞ്ഞിരുന്നിട്ട് അങ്ങനെ ബീഫൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അങ്ങനെ ആദ്യം ചിക്കൻ കറി അങ്ങ് ഉണ്ടാക്കി വെക്കാമെന്ന് കരുതി. അപ്പോൾ ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ ബീഫ് വേവിക്കാനായിട്ട് വെച്ചതിന് ശേഷം നേരെ നമ്മുടെ മുക്കിയിട്ട തുണികളൊക്കെ ഒന്ന് ഊരി പിഴിഞ്ഞെടുക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അങ്ങനെ തുണിയൊക്കെ ഊരി പിഴിഞ്ഞ് ബക്കറ്റിൽ ഇട്ടതിന് ശേഷം വേണം പിന്നെ പോയിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കോഴിയൊക്കെ ഇവിടെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. ഇതിലൊരു കോഴി പോരു കോഴിയാണ്. എന്നെ കാണാൻ മേല ആ കോഴിക്ക്. ഞാനിവിടുന്ന് രാജ്യം വിട്ടാലും ആ കോഴി എൻ്റെ പുറകെ വന്ന് കൊത്തും കേട്ടോ. അപ്പോൾ ഭാഗ്യത്തിന് ആ ഒരു കോഴി ഇപ്പുറത്തെ വേലിയുടെ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല കേട്ടോ. ബാക്കി 3-4 കോഴി അവിടെ നിൽപ്പുണ്ട്. വേലിയുടെ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ വെള്ളം കോരി ഒഴിക്കും കേട്ടോ. അങ്ങനെ ഞാൻ ആ കുറച്ച് തുണി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് പോയങ്ങ് വിരിക്കാമെന്ന് കരുതി. നല്ല വെയിലുണ്ട് കേട്ടോ ഇന്ന് അത്യാവശ്യം. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളമൊന്നും ഇറങ്ങിയിട്ടില്ല. കാരണം നമ്മുടെ ആ ഒരു മുറ്റം ഭാഗമൊക്കെ കുറച്ച് പൊക്കമുള്ളത് കൊണ്ട് തന്നെ അവിടെ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിപ്പോയി കേട്ടോ. ഈ ഒരു ഭാഗത്ത് അങ്ങനെ വെള്ളം പെട്ടെന്ന് ഇറങ്ങിപ്പോകത്തില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ തുണിയൊക്കെ അങ്ങ് വിരിക്കാമെന്ന് കരുതി കേട്ടോ. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ പോയി വിരിച്ചതിന് ശേഷം നേരെ അകത്തേട്ട് വന്നു. അപ്പോൾ അമ്മ അവിടെ നിന്ന് ബീഫിനുള്ള സവോളയും കാര്യങ്ങളൊക്കെ അരിയുന്നുണ്ട് കേട്ടോ. സവോള, ക്യാരറ്റ്, തക്കാളിയൊക്കെ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി ഇവിടെ വെച്ചു. ഇത് അമ്മയ്ക്കും അച്ഛനും മാത്രമുള്ളതാണ് കേട്ടോ ചോറിന് വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചതിന് ശേഷം ഞാനാണെങ്കിൽ ബീഫൊക്കെ വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനൊരു 1.5 വേവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വേകണ സമയം കൊണ്ട് നമുക്ക് അതിനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് പെറുക്കിയൊക്കെ വെക്കാമെന്ന് കരുതി. അങ്ങനെ പെട്ടെന്ന് തന്നെ ബീഫ് ഫ്രൈ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ബാക്കി കാര്യങ്ങളൊന്നും എടുത്തില്ല വീഡിയോ, കാരണം എനിക്ക് സമയം കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ബീഫ് ഫ്രൈ ഒക്കെ ആയിട്ടുണ്ട്. അതൊക്കെ റെഡിയാക്കി അത് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്യാസിലാണ് കേട്ടോ വെച്ചത്, വരട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഒരുപാട് നേരം പുകയത്ത് നിൽക്കണ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനൊക്കെ ശേഷം ഞാൻ പോയി കുളിച്ചതിനൊക്കെ ശേഷം വന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 2:30 ആയിട്ടുണ്ട് കേട്ടോ. ബീഫ് ഫ്രൈ ഒക്കെ കൂട്ടിയിട്ട് ഞാൻ ചോറ് കഴിക്കുവാണ്. ഇതൊക്കെ കഴിച്ചതിനൊക്കെ ശേഷം വേണം എനിക്ക് കൊറിയർ കൊടുക്കാനായിട്ട് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കൊറിയർ ഒക്കെ കൊണ്ടുപോകുന്ന വണ്ടി വരുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കരുതി എന്നാൽ 4 മണിക്ക് മുമ്പ് കൊറിയറൊക്കെ കൊണ്ട് അയക്കാമെന്ന് കരുതി കേട്ടോ, പെട്ടെന്ന് തന്നെ. അങ്ങനെ അതൊക്കെ ഫുഡെല്ലാം കഴിച്ചതിനൊക്കെ ശേഷം വേണം ഇനി ഇതൊക്കെ അയക്കാനായിട്ട്. അപ്പോഴത്തേക്കും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ജസ്റ്റിനും വൈഫും ഒക്കെ വരുമല്ലോ. അപ്പോൾ അവരുടെ കൂടെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരിക്കാമല്ലോ എന്ന് കരുതി
അങ്ങനെ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിക്കുവാണ്. അപ്പോൾ അമ്മയൊക്കെ കഴിച്ചു, ചേട്ടനും അനിയനൊക്കെ കഴിച്ചു. പിള്ളേർക്കൊക്കെ കൊടുത്തതിനൊക്കെ ശേഷം കേട്ടോ ഞാൻ പോയി കുളിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിരുന്ന് കഴിക്കുന്നത്. എൻ്റേതായ ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം വേണം എനിക്ക് ഫുഡ് കഴിക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഒരിക്കലും സമാധാനം കിട്ടത്തില്ല കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ റൂമിൽ വന്നിരുന്നാണ് കേട്ടോ കഴിക്കുന്നത്. ഞാൻ വീഡിയോ ഒക്കെ കണ്ടിരുന്നാണ് കേട്ടോ കഴിക്കുന്നത്. ഞാൻ മറ്റുള്ളവരുടെ ഡേ ഇൻ മൈ ലൈഫോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഷോർട്സും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നാണ് കേട്ടോ കഴിക്കുന്നത്. കാരണം എനിക്ക് എപ്പോൾ ഫുഡ് കഴിച്ചാലും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഇങ്ങനെ കണ്ടിരുന്ന് വേണം കഴിക്കാനായിട്ട്. അതാകുമ്പം നമ്മൾ ഫുഡ് കഴിച്ച് തീരണം അറിയത്തില്ല കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ബാലൻസ് വെക്കും. ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നൊക്കെ കഴിച്ചാലും ചിലപ്പോൾ ബാലൻസ് വെക്കും കേട്ടോ. അങ്ങനെ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുവാണ്. ഞാനാണെങ്കിൽ കുറച്ച് ചോറാട്ടോ എടുത്തോളൂ. പിന്നെ ബീഫ് കറി എടുത്തു. പിന്നെയാണെങ്കിൽ ഞാൻ സർലാസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും എടുത്തു കേട്ടോ. ചിക്കൻ കറി എടുത്തിട്ടില്ലായിരുന്നു, കാരണം എല്ലാം കൂടി കഴിക്കുമ്പോഴത്തേക്കും വൈകുന്നേരം ദഹിക്കത്തില്ല. അപ്പോൾ നമുക്ക് ബിരിയാണി കഴിക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. എൻ്റെ ഫോൺ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ വീഡിയോസൊന്നും എടുക്കാനും പറ്റത്തില്ല കേട്ടോ. കാരണം നമ്മൾ കൊറിയർ അയക്കുന്നതും കാര്യങ്ങളൊന്നും അധികം ഉൾപ്പെടുത്തുന്നില്ല, കാരണം ഫോൺ മെമ്മറി ഫുള്ളാണ്. ഇനിയിപ്പോൾ അതിൽ കിടക്കണ വീഡിയോസ് എല്ലാം ഇതേപോലെ ഓരോ ദിവസം എടുത്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷം വേണം ഫോൺ മെമ്മറി ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് കേട്ടോ. അങ്ങനെ അവിടെ ഇരുന്ന് ഞാൻ ഇടയ്ക്ക് അപ്പത്തോട്ട് വർത്താനമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ചേട്ടനൊക്കെ ഹാളിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവരോടും വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ പിള്ളേരോടും ഒക്കെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് സ്റ്റോറിയും കണ്ടിരുന്നൊക്കെയാണ് കേട്ടോ ഞാൻ ഫുഡ് കഴിക്കുന്നത്. അതാകുമ്പോഴത്തേക്കും പെട്ടെന്ന് കഴിച്ച് തീരും. അങ്ങനെ എൻ്റെ കുപ്പിയും വെള്ളമാണിത്. ഞങ്ങൾ ഇങ്ങനെ കുറേ കുപ്പിയിൽ വെള്ളം എടുത്ത് വെക്കും കേട്ടോ. ഒരു 5-6 കുപ്പിയിൽ വെള്ളം നിറച്ച് വെക്കും, ഓരോരുത്തർക്ക് കുടിക്കാൻ വേണ്ടി കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞ് കൊറിയറെല്ലാം പാക്ക് ചെയ്ത് അയച്ചതിനൊക്കെ ശേഷം വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കും ജസ്റ്റിനും വൈഫും വന്നു. അവരുമായിട്ട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ഇരിപ്പുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് അവരങ്ങനെ കുമ്പിട്ടിരിക്കുന്നത് കേട്ടോ. അവർക്കും ചാനലുണ്ട്, പക്ഷേ എങ്കിൽ അവരങ്ങനെ ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേനും അധികം അങ്ങനെ വീഡിയോയിൽ വരത്തില്ല, എന്നാലും ഞാൻ വീഡിയോ എടുക്കും കേട്ടോ. അങ്ങനെ പിന്നെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു. തൊട്ട് ഇപ്പുറത്തിരുന്ന് ഞാനും കഴിക്കുന്നുണ്ട് കേട്ടോ ഫുഡ്. അപ്പോൾ ബീഫ് ഫ്രൈയും പിന്നെ സർലാസ് അച്ചാറ് എല്ലാം കഴിച്ചു. ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം അവർ പിന്നെ പോവുകയാണ് കേട്ടോ. അവർക്ക് നാളെ ജോലിക്ക് പോകണം. അങ്ങനെ അവർ പോയി. അങ്ങനെ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങളും പിന്നെ നേരെ അകത്തേട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.